ഇ.ഡി. കേസ് ഒഴിവാക്കുന്നതിന് 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ ഇ.ഡി. ഉദ്യോഗസ്ഥൻ ഒന്നാം പ്രതി. കൊച്ചി ഇ.ഡി. ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറാണ് പ്രതി. ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് കൊല്ലം സ്വദേശിയായ വ്യാപാരിയിൽ നിന്നും ഇടനിലക്കാർ പണം ആവശ്യപ്പെട്ടതെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. കേസിൽ ഇന്നലെ 2 പേരെ വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, ഇന്നലെ ഈ കേസിൽ തമ്മനം സ്വദേശി വിൽസൺ, രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ് എന്നിവരെ വിജിലൻസ് എറണാകുളം യൂണിറ്റ് പിടികൂടിയതാണ്. കേസിൽ ശേഖർ കുമാറും 2ാം പ്രതി വിൽസണും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന കൃത്യമായ വിവരങ്ങൾ അടക്കം വിജിലൻസിന് കണ്ടെത്താനും കഴിഞ്ഞതാണ്. കേസിൽ വിജിലൻസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ ഈ ഇ.ഡി. ഉദ്യോഗസ്ഥൻ്റെ പേരുണ്ട്, പല കാര്യങ്ങളാണ്. ഇതിനു മുൻപ് ഇയാൾ കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടുണ്ടോ, കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ, ഇടനിലക്കാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാകേണ്ടതാണ്. വിജിലൻസിന്റെ നിലവിലെ അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്? കൂടുതൽ ഇ.ഡി. ഉദ്യോഗസ്ഥർ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപ്പട്ടികയിൽ വരാനുള്ള സാധ്യതയുണ്ടോ ആജ്ഞ? കൊച്ചി ഇ.ഡി. ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറാണ് കേസിലെ ഒന്നാം പ്രതി. അതായത് കൊല്ലത്തെ വ്യാപാരിയിൽ നിന്നും അയാൾക്ക് നേരെ 2 കോടി രൂപയുടെ ഇ.ഡി. ചോദ്യം ചെയ്യാൻ വേണ്ടി 2 കോടി രൂപയുമായി ബന്ധപ്പെട്ടാണ് ഇ.ഡി. അദ്ദേഹത്തിന് നോട്ടീസ് അയക്കുന്നത്. ആ ഒരു ചോദ്യം ചെയ്യൽ നേരത്തെ തന്നെ നടന്നു. ഇ.ഡി. അദ്ദേഹത്തെ വിളിപ്പിച്ചത്. പക്ഷേ ഇ.ഡിയുടെ കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റു സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കി നൽകാൻ വേണ്ടി തങ്ങൾക്ക് പണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്, 2 ലക്ഷം രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ ഉൾപ്പെടെയുള്ള പ്രതികൾ ഈ കൊല്ലത്തെ വ്യാപാരിയെ വിളിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊല്ലം സ്വദേശിയായ വ്യാപാരിയിൽ നിന്നും ഇടനിലക്കാർ വഴിയാണ് ഇവർ പണം കൈപ്പറ്റാൻ ആവശ്യപ്പെട്ടത് എന്നാണ് വിജിലൻസ് പറയുന്നത്. ഏറ്റവും സൂചിപ്പിച്ചതുപോലെ മറ്റു പ്രതികളുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തണം. കാരണം വിജിലൻസ് എസ്.പി അല്പം മുമ്പ് നമ്മളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ഈ ഒന്നാം പ്രതി എന്ന് പറയുന്ന ആൾ കൊല്ലത്തെ വ്യാപാരിയുടെ മൊഴി അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR അനുസരിച്ചിട്ടുള്ള കേസാണ്. FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ശേഖർ കുമാറിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതനുസരിച്ചിട്ടാണ് നിലവിൽ ഈ കേസിന്റെ പോക്ക്. പക്ഷേ 3 പേരെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. മറ്റ് ഇ.ഡി. ഉദ്യോഗസ്ഥർ ഇതിൽ പങ്കാളികളായിട്ടുണ്ടോ? പക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു ഉദ്യോഗസ്ഥൻ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അത്തരത്തിൽ ഈ ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ അതിലെ അഴിമതികൾ പുറത്തു കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ ആദ്യമായി ഇത്തരത്തിലൊരു കേസിൽ പ്രതിയാകുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം. ആ ഒരു സാഹചര്യം കൂടി കണക്കെടുക്കുമ്പോൾ ഇ.ഡിയിലെ മറ്റു ഉദ്യോഗസ്ഥർ ഇതിൽ പങ്കാളികളാണോ, അതല്ലെങ്കിൽ ഈ ശേഖർ കുമാർ അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ആരെങ്കിലും ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ച് വരികയാണ്, വിജിലൻസ് അന്വേഷിച്ച് വരികയാണ്. വിജിലൻസ് എസ്.പി പറഞ്ഞതനുസരിച്ച് അന്വേഷണത്തിന് ഇനിയും കൂടുതൽ സമയം വേണം. ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാനുണ്ട്. അതുപോലെ ശേഖർ കുമാറിനെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അന്വേഷണം ഉണ്ടായ ശേഷം മാത്രമേ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയുള്ളൂ. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ടോം തന്നെ സൂചിപ്പിച്ചതുപോലെ മറ്റ് ഇ.ഡി. ഉദ്യോഗസ്ഥർ ഇതിൽ പങ്കാളികളായിട്ടുണ്ടോ, പക്ഷെ കൂടുതൽ പ്രതികൾ ഈ കാര്യത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കുകയാണ് വിജിലൻസ് ഇപ്പോൾ. ആജ്ഞ, ഈ കേസിൽ നിലവിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഒരു പ്രതിയും കൊച്ചിയിലെ ചില ഇ.ഡി. ഉദ്യോഗസ്ഥരുമായി ഇത്തരം സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്ന ചില സൂചനകളുണ്ട്. അതോടൊപ്പം ഇയാളുടെ ഈ ഹവാല ഇടപാടുകളൊക്കെ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കേസിലൊരു വിശദമായ അന്വേഷണം ആവശ്യമാണ്. കൂടുതൽ തലങ്ങളിലേക്ക് അന്വേഷണം നീണ്ടാൽ പല ഇ.ഡി. ഉദ്യോഗസ്ഥരും ഇത്തരം കേസുമായി ബന്ധപ്പെട്ട് പ്രതിപ്പട്ടികയിൽ വരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല നിലവിൽ ഈ കൊച്ചിയിലെ ഇ.ഡി. ഉദ്യോഗസ്ഥനെ പ്രതി ചേർത്ത സാഹചര്യത്തിൽ ഇനി അടുത്ത നീക്കം, വിജിലൻസിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? ഏജന്റുമാരായ വിൽസൺ, അതുപോലെ തന്നെ രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ് എന്നിവരാണ് ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായിട്ടുള്ളത്. ഈ ശേഖർ കുമാറിന് പുറമെ ടോം സൂചിപ്പിച്ചതുപോലെ ഇയാളുടെ ഹവാല ഇടപാടുകൾ, മറ്റ് ഇ.ഡി. കേസുകളുമായി ബന്ധപ്പെട്ട ഇങ്ങനെ ഏജന്റുമാരെ വെച്ച് പണപ്പിരിവ് നടത്തുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം ശേഖർ കുമാറിന്റെ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടുള്ള, അതായത് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ
വിജിലൻസിന് ലഭിച്ച ശേഷമാണ് വിജിലൻസ് ഈ ശേഖർ കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ അന്വേഷണം ഈ അറസ്റ്റിലായിട്ടുള്ള മറ്റു രണ്ട് ഏജന്റുമാരായ വിൽസൺ അതുപോലെ മുകേഷ് മുരളി ഈ രണ്ടുപേരെ അതുപോലെ ഏജന്റുമാരെ വെച്ചിട്ട് തന്നെയാണ് ഇയാൾ ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തുന്നതാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതായത് ഇ ഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേരളത്തിലെ മറ്റു കേസുകളിൽ കൂടി ഈ കാര്യത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. അതായത് ഇ ഡി ഇത്തരത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന അതല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുള്ള കേസുകളിലൊക്കെ ഈ ഇടപെടലുകൾ ഇവർ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും അന്വേഷണം വന്നിട്ടുണ്ട്. ഇയാളുടെ അതായത് ഈ കൊല്ലം സ്വദേശിയായ വ്യാപാരിയുടെ ടേൺ ഓവർ കൂടുതലാണ്, അത് കൂടുതൽ ഇടപെടലും വിദേശത്താണ് നടത്തിയിട്ടുള്ളത് എന്നുള്ള കാരണങ്ങളൊക്കെ കാണിച്ച നേരത്തെ ഇ ഡി അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നത്. കൃത്യമായ ടേൺ ഓവർ കാണിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇ ഡി വ്യാപാരിക്കെതിരെ ആരോപിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് 2 ലക്ഷം രൂപ തങ്ങൾക്ക് കൈമാറിയാൽ ഈ കാര്യം ഒതുക്കി തീർക്കുക, അതായത് ഇ ഡിയുടെ ചോദ്യം ചെയ്യലിൽ നിന്നും മറ്റ് എൻക്വയറികളിൽ നിന്നും ഒഴിവാക്കാം എന്നുള്ള വാഗ്ദാനം നൽകി പണപ്പിരിവ് നടത്താൻ ശേഖർ കുമാറും സംഘവും ശ്രമിച്ചത് എന്നാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അങ്ങനെയാണ്. എന്തായാലും വിജിലൻസ് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ, അത് വലിയൊരു പോസ്റ്റിലുള്ള ആൾ, ഇ ഡിയുടെ തലപ്പത്ത് വലിയൊരു പോസ്റ്റിലിരിക്കുന്ന ആൾ ഇത്തരത്തിലൊരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു പണപ്പിരിവ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നത് തന്നെ ഇ ഡിയുടെ വിശ്വാസ്യതയെ കൂടി ചോദ്യം ചെയ്യുന്ന വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്, ഒരു കൈക്കൂലി കേസാണിത്. ആജ്ഞ, ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? ഈ നിലവിലെ ആരോപണ വിധേയനായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിപ്പട്ടികയിലുള്ള ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇ ഡി ഇതുവരെ ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. നമ്മൾ ഇ ഡിയും ഇതുമായി ബന്ധപ്പെട്ടിരുന്നു. അതായത് ഇത്തരത്തിൽ ഇപ്പോൾ നിലവിലൊരു പ്രതികരിക്കാൻ തയ്യാറല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇ ഡിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടില്ല. അതേസമയം വിജിലൻസ് ഈ 1ാം പ്രതിയായിട്ടുള്ള ശേഖർ കുമാറിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തന്നെ കൊല്ലത്തെ ഈ വ്യാപാരിയുടെ പരാതിയുടെ അതായത് മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ കൂടുതൽ അന്വേഷണം വേണം, അന്വേഷിക്കാനുള്ള സമയം വേണം. അത് ഇൻഫർമേഷൻ കൂടുതൽ വെളിപ്പെടുത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ ബാധിക്കുമെന്നുള്ള സാഹചര്യം കൂടി ഉള്ളത് കൊണ്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ നടത്താനാകില്ല, ഞങ്ങൾക്ക് സമയം വേണം ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്താനെന്നും കൂടിയാണ് വിജിലൻസ് എസ് പി എസ് ശശിധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അങ്ങനെയാണ്. അതായത് അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ, കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറസ്റ്റിലായവരെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ വ്യക്തമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഇ ഡി ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നീക്കങ്ങളിലേക്ക് വിജിലൻസ് കടന്നു കഴിഞ്ഞു. അയാളുടെ ട്രാൻസാക്ഷൻസ് ഇ ഡി പരിശോധിച്ചു കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അയാളുടെ ട്രാൻസാക്ഷൻസ് വിജിലൻസ് പരിശോധിച്ചു കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ശേഖർ കുമാറിനെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അയാൾക്കെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകൾ അതുപോലെ തന്നെ ഈ മറ്റാരോടെങ്കിലും, അതായത് ഇ ഡിയുടെ നിരവധി കേസുകളുണ്ട്, വലിയ സാമ്പത്തിക ഇടപാടുകൾ മേലുള്ള കേസുകളുണ്ട്. ഇത്തരം കേസുകളിലൊക്കെ ഈ തരത്തിലുള്ള അഴിമതികൾ നടന്നിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള കൈക്കൂലി പണപ്പിരിവ് ഇടപാടുകൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയും പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത്. കേട്ടോ, ആജ്ഞ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല. കാരണം ഇവിടെ ഇങ്ങനെ ഏജന്റുമാരെ, അതായത് ഇടനിലക്കാരായി വെച്ച് കൈക്കൂലി ആവശ്യപ്പെട്ടുവെങ്കിൽ, ഒരു ഉദ്യോഗസ്ഥരുടെ ഒരു വ്യവസായിയോട് ആവശ്യപ്പെട്ടുവെങ്കിൽ ഇതിനു മുൻപും ഇതുപോലുള്ള കൈക്കൂലി ഇടപാടുകൾ ഇ ഡി ഓഫീസുമായി ബന്ധപ്പെട്ടൊരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ അത്തരം പരാതികൾ മുൻപ് ഉയർന്നു വന്നിട്ടുണ്ടോ? ആ തലങ്ങളിലേക്കും വിജിലൻസിന് ഈ കൈക്കൂലി കേസിന്റെ അന്വേഷണം നീങ്ങാനുള്ള സാധ്യതയുണ്ടോ? കേസുമായി ബന്ധപ്പെട്ട ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കൂടി വിജിലൻസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതേസമയം ഈ ടോം സൂചിപ്പിച്ചതുപോലെ നിരവധി കേസുകൾ എന്ന് പറയുമ്പോൾ ഈ സ്പെസിഫിക് ആയിട്ടുള്ള കേസുകളിൽ തന്നെ 2024 ഇ ഡി ഈ വ്യാപാരിക്ക് സമൻസ് അയക്കുന്നത്. കശുവണ്ടി വ്യവസായിയാണ്. ഇതുമായി ബന്ധപ്പെട്ട അയാളുടെ ടേൺ ഓവർ, അതായത് കശുവണ്ടി സ്ഥാപനത്തിന്റെ ബിസിനസിനേക്കാൾ കൂടുതൽ ടേൺ ഓവർ ഉണ്ട്. അതുപോലെ തന്നെ വിദേശത്താണ് ഇയാളുടെ കൂടുതൽ ബിസിനസ്സുകൾ നടക്കുന്നതെന്ന് കാണിച്ചായിരുന്നു ഇ ഡി 2024 ആദ്യം ഇയാൾക്ക് സമൻസ് അയച്ചത്. ചോദ്യം ചെയ്യലിന് ഹാജരായപ്പോൾ മുൻപുണ്ടായിരുന്ന സാമ്പത്തിക ഇടപാടുകളുടെ മുഴുവൻ രേഖകളും ഹാജരാക്കണമെന്ന് പറഞ്ഞായിരുന്നു ഇ ഡി അന്ന് ഈ പറയുന്ന വ്യാപാരിയെ
അയച്ചിരുന്നത്. അതിനുശേഷമാണ് ഇഡിയുടെ മുൻപാകെ ഹാജരാകുന്നത് ഒഴിവാക്കാനും അതല്ലെങ്കിൽ ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖ ഹാജരാക്കുന്നത് സംബന്ധിച്ചും തങ്ങൾ ഇടപെട്ടാൽ അക്കാര്യത്തിൽ ഇളവ് വാങ്ങിത്തരാം. നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൂടി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ടെന്ന്. അങ്ങനെയെങ്കിൽ കേസിൽ ഇപ്പോൾ നിലവിൽ അറസ്റ്റിലാരുടെ എണ്ണം 3 ആയിട്ടുണ്ട്. ഈ കൊച്ചിയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൊച്ചി സ്വദേശിയായിട്ടുള്ള ഒരു രഞ്ജിത്ത് വാര്യർ പിടിയിലായി എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ഇയാളുടെ പങ്കെന്താണ്? ഈ കൈക്കൂലി കേസിൽ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ പങ്കെന്തായിരിക്കും? ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ വിജിലൻസ് വ്യക്തമാക്കിയിട്ടുണ്ട്. വിജിലൻസ് എസ് പി നമ്മളോട് രഞ്ജിത്ത് എന്ന് പറയുന്ന ആ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാളുടെ ചോദ്യം ചെയ്യലുകൾ തുടരുകയാണ് എന്ന് തന്നെയാണ് ടോം സൂചിപ്പിച്ചതുപോലെ. ഇതുമായി സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഇഡി മുന്നോട്ട് വെച്ചിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ കള്ള രേഖകൾ ഉണ്ടാക്കി വ്യാപാരിയെ പറ്റിക്കലായിരിക്കാം ഇതുമായി ഈ ഏജന്റുമാരെ കയ്യിലെടുത്തതുപോലെ അല്ലെങ്കിൽ ഏജന്റുമാരെ ഉപയോഗിച്ച ഈ കാര്യത്തിലൊരു നീക്കുപോക്ക് ഉണ്ടാക്കിയതുപോലെ ഇയാൾ അത്തരത്തിലായിരിക്കാം ശേഖർ കുമാർ ഇക്കാര്യത്തിലും ചാർട്ടേഡ് അക്കൗണ്ടിനെ ഉപയോഗിച്ചതെന്നാണ് പ്രാഥമികമായി വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയാണ്. എന്തായാലും എന്തായിരുന്നു രഞ്ജിത്തിന്റെ റോൾ എന്തായിരുന്നു എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുന്നേയുള്ളൂ. വിജിലൻസ് എസ് പി ഇക്കാര്യത്തിൽ ചാർട്ടേഡ് അക്കൗണ്ടിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ തുടരുകയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ശേഖറിന്റെ കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ കൂടി ശേഖരിച്ചു വരികയാണ്. നേരത്തെ ബാങ്ക് ട്രാൻസാക്ഷൻസ് ആയിരുന്നു പരിശോധിച്ചിരുന്നത്. അതേസമയം ഡിജിറ്റൽ രേഖകൾ കൂടി ഫോണും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാണ്. കാരണം ഇനിയും ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യറിന് ഈ കേസിൽ എന്താണ് ബന്ധം? ഈ രഞ്ജിത്ത് വാര്യർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ഈ ഇടനിലക്കാർക്ക് ഏജന്റുമാർക്ക് ഈ കൊല്ലത്തെ വ്യവസായിയുടെ അഡ്രസ്സും മറ്റു വിവരങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ കൈമാറിയത് എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ കേസിൽ കൂടുതൽ ഇഡി ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ ആ തലങ്ങളിലേക്കും വിജിലൻസിന്റെ അന്വേഷണം നീങ്ങേണ്ടതാണ്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേള കഴിഞ്ഞ്.